സ്തുതിഗീതം. അതിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചനമാണ്. നമുക്കിന്ന് രാത്രി യൂദായുടെ ലേഖനത്തിലേക്ക് കടന്നു വന്ന് ദൈവവചനം പഠിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിനങ്ങളൊക്കെ പഠിച്ചത് വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. എക്സാം ആണല്ലോ, പരീക്ഷയ്ക്ക് വേണ്ടി ബി ഫെയ്ത്ത്ഫുൾ, നമ്മൾ വിശ്വസ്തയോടെ എക്സാം എഴുതുവാൻ നമ്മൾ തയ്യാറായിരിക്കുക. കർത്താവേ സഹായിക്കട്ടെ. നമുക്ക് യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക്, ഏത് ലേഖനം പഠിച്ചാലും ഏത് പുസ്തകം പഠിച്ചാലും അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പുസ്തകത്തെ കുറിച്ച് ഒരു അറിവ് നമുക്ക് പെട്ടെന്നുണ്ടാകുള്ളൂ. അതിനെ ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു വചനം അത് പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇംപ്രസീവായിട്ട് ദൈവവചനം സംസാരിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ ഈ യൂദായുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിന്റെ എഴുത്തുകാരനെ കുറിച്ച്, ഓദറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് യൂദയെ കുറിച്ചാണ്. യൂദയുടെ ലേഖനം എന്ന് പറയുമ്പോൾ യൂദ, യാക്കോബിന്റെ സഹോദരനായിരിക്കുന്ന യൂദ. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 55-ാമത്തെ വാക്യവും, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ 6-3 ഒക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. തച്ചന്റെ സഹോദരനായിരിക്കുന്ന യൂദ എന്ന് നമ്മൾ കാണാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരൻ എന്ന് പറയുന്നതിനേക്കാൾ യാക്കോബിന്റെ സഹോദരനായിരിക്കുന്ന യൂദ. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആദിമസഭയില് ഈ യാക്കോബിന് വളരെയധികമായ ഒരു പ്രാധാന്യമുള്ള വ്യക്തിയായിരുന്നെന്നാണ്. അപ്പം നമ്മള് മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന ആളിന്റെ ബ്രദർ അല്ലെ ഇന്ന ആളിന്റെ മകൻ എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ആ ആളിനെ കുറച്ചുകൂടെ മറ്റുള്ളവരിൽ വിശ്വസ്തനായി, അങ്ങനെയാണ് യാക്കോബിന്റെ സഹോദരനായിരിക്കുന്ന യൂദ. അപ്പൊ യാക്കോബ് ആദിമസഭയിലെ വളരെ വ്യക്തിത്വം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ, എന്നാല് മറുവശത്തൊരു കോൺട്രാഡിക്ടറി ഈ വിഷയത്തിലുണ്ട് കേട്ടോ. അത് നമ്മള് തിയോളജിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മളതും മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് കന്യക മറിയം, ഗുരുവായ യേശു കർത്താവ് എന്നും കന്യകയായിരുന്നു എന്നുള്ള ഒരു വാദം മറുവശത്ത് നിൽക്കുന്നുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ, നമ്മൾ തിയോളജിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ടത് നമ്മുടെ മനസ്സിലത് ഒരു ചിന്ത ഇരിക്കുന്നത് നല്ലതാണ്, വാദങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യൂദ എന്ന നിലയിലാണ്. നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്തു വർഷം അല്ലെങ്കിൽ AD 60-65 കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയത് എന്ന ഒരു വാദം നിൽക്കുമ്പോൾ തന്നെ ചില തിയോളജൻസ് ഈ ലേഖനം മൊത്തത്തിൽ ഒന്ന് പഠിച്ചിട്ട് അവർ പറയുന്നത് ഏതാണ്ട് യോഹന്നാന്റെ കാലഘട്ടത്തോടടുത്ത് 80-90 അതിന്റെ മധ്യത്തിൽ അത് AD രചിച്ചു എന്നും പറയുന്നുണ്ട്. എന്നാൽ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് AD 60-65 കാലഘട്ടത്തിൽ ഈ ലേഖനം എഴുതിയെന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ അധികാരികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തിരുവചനം ഒരു യഹൂദ തിരുവെഴുത്തുകള്, യഹൂദ പാരമ്പര്യങ്ങളൊക്കെ നന്നായി അറിയാമായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യൂദ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം യഹൂദ പാരമ്പര്യങ്ങളിലെ ചില വിഷയങ്ങൾ ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ലേഖനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്കറിയാം, ഈ യൂദ ഈ ലേഖനം എഴുതുവാൻ ഒരു തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം എന്തെന്നറിയാമോ? പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ താൻ താല്പര്യപ്പെട്ടു. പൊതുവായ രക്ഷ, അപ്പം അത് സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് എഴുതുവാനായി താൻ ആഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് തന്നെ മറ്റൊരു ലെവലിലേക്കാണ് കൊണ്ടുപോയത്. ചോദിച്ചാൽ പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ താൻ പ്രയത്നം ചെയ്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നുള്ള ഒരു തീം, എന്നുള്ള ഒരു വിഷയത്തിലേക്ക് യൂദയെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാനായിട്ടിടയായി തോന്നും. 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്. അപ്പം വിശ്വാസത്തിന് വേണ്ടി പോരാടുക. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ട് യൂദ ഇവിടെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒന്ന്, വ്യാജ ഉപദേശം.
ഫാൾസ് ടീച്ചിങ്ങിനെ കുറിച്ച് ശക്തമായിട്ട് അതിനെതിരായിട്ട് യൂദ ഇവിടെ ലേഖനം എഴുതുകയാണ്. രണ്ട്, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അങ്ങനെ വിശ്വാസം എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം വിശുദ്ധ ജീവിതമാണ്. അപ്പൊ വിശ്വാസത്തിൽ അതിനുവേണ്ടി പോരാടുന്ന ദൈവമക്കൾ വിശുദ്ധമായ ഒരു ജീവിതം. അപ്പൊ ഒന്ന്, വ്യാജ ഉപദേശത്തിനെതിരെ. രണ്ട്, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. മൂന്ന്, വിശുദ്ധ ജീവിതം നയിക്കുക. നാലാമത്തെ വിഷയം ദൈവിക ന്യായവിധിയെ കുറിച്ചാണ്. ദൈവിക ന്യായവിധി, ഭയങ്കരമായ ദൈവത്തിന്റെ ന്യായവിധി മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു വാണിംഗ്, ഒരു മുന്നറിയിപ്പ്. അഞ്ചാമതായി പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം അത് യൂദ ഇവിടെ വിളിച്ചറിയിക്കുന്നുണ്ട്. ആറാമത്തെ വിഷയം ദൈവത്തിന്റെ സ്നേഹം എന്നുള്ളതാണ്. ഏഴാമത്തെ വിഷയം വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ എട്ടാമത് വരുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം, കരുതൽ, ഗോഡ്സ് പെർസേർവിംഗ് ഗ്രേസ്, ഗോഡ്സ് പെർസേർവിംഗ് ഗ്രേസ്, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കരുതൽ. ഇങ്ങനെ 8 വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, വ്യാജോപദേശം, വിശ്വാസം, വിശുദ്ധ ജീവിതം, ദൈവിക ന്യായവിധി, പരിശുദ്ധാത്മാവ്, ദൈവസ്നേഹം, വിശ്വാസത്തിൽ നിലനിൽക്കുക, ദൈവത്തിന്റെ സംരക്ഷണം. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ, അപ്പോൾ ഇവിടെ ഇതിന്റെ ചരിത്രമായ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് വ്യാജ ഉപദേശകർ സഭയ്ക്കുള്ളിൽ പല കാര്യങ്ങൾ അവർ ചെയ്യുവാനായിട്ടിടയായിട്ടുണ്ട്. ഈ പൊതുവായ ലേഖനങ്ങളിലെല്ലാം അത് ഈ ലേഖന കർത്താക്കൾ എഴുതിയതിന്റെ പിന്നിൽ ഇതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന മർമ്മപ്രധാന വിഷയം. സഭയ്ക്കുള്ളിൽ വ്യാജമായ ഉപദേശങ്ങൾ, ഫാൾസ് ഡോക്ട്രിൻസ്, ഫാൾസ് ടീച്ചിങ്സ് ഇത് കടന്നു വന്നപ്പോൾ ദൈവസഭയ്ക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യം മുൻപിൽ നിന്ന സന്ദർഭത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരെ കൊണ്ട് ഈ ലേഖനങ്ങളെല്ലാം എഴുതിക്കുവാനായിട്ട് ഇടയായിത്തത്. അപ്പം വ്യാജ ഉപദേശം എന്താ സഭയിൽ ചെയ്തത്? അവർ ദൈവകൃപയുടെ ദൈവകൃപയുടെ നിന്ന് മാറിയിട്ട് പാപജീവിതത്തിന് പ്രോത്സാഹനം നൽകുന്ന ഉപദേശങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മള് മുൻ ലേഖനങ്ങൾ പഠിച്ചപ്പോൾ നിത്യജീവൻ എന്നുള്ളതായ കൺസെപ്റ്റ് തന്നെ അവരിൽ നിന്ന് മാറ്റിക്കളയിടയെ തീർന്നു. നിത്യജീവൻ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ കർത്താവിന്റെ 2ാം വരവ് ഇല്ല എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ എന്താ വിഷയം? അതിന്റെ റിസൾട്ട് എന്തുവാ? വിശുദ്ധ ജീവിതം നയിക്കേണ്ട കാര്യമില്ല. അപ്പം വിശുദ്ധ ജീവിതം എന്ത് നയിക്കുന്നു? കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ വരവേ ഇല്ല എന്നാണ് പഠിപ്പിച്ചേക്കാമെങ്കിൽ വിശുദ്ധ ജീവിതത്തിന്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ളതായ തെറ്റായ ഉപദേശങ്ങൾ അപ്പൊ പാപജീവിതത്തിനുള്ള അവസരങ്ങൾ ഈ വ്യാജ ഉപദേഷ്ടാക്കൾ നൽകുവാനായിട്ടിടയായി തോന്നും. രണ്ട്, വ്യാജ ഉപദേശകന്മാർ യേശു കർത്താവിന്റെ കർത്തൃത്വത്തെ നിഷേധിച്ചു. പിന്നെ മൂന്നാമത്തെ വിഷയം ധാർമ്മികമായ ഒരു ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. നാലാമത്തെ വിഷയം സഭയിൽ വലിയ ഭിന്നത എന്നുള്ള വിഷയം ഉണ്ടായി. ഇങ്ങനെ 3-4 കൂട്ടം കാര്യങ്ങളാണ് വ്യാജ ഉപദേശകന്മാർ ചെയ്തത്. ഒന്ന്, ദൈവകൃപയുടെ ദൈവകൃപ വിട്ട് പാപജീവിതത്തിലുള്ള അവസരങ്ങൾ. രണ്ട്, യേശു കർത്താവിന്റെ കർത്തൃത്വത്തെ അവർ നിഷേധിച്ചു. 3, ധാർമ്മികമായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. 4, ദൈവസഭയിൽ ഭിന്നത ഉളവാകത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ ഇവർ മുഖാന്തരം ഉണ്ടാകുവാനായിട്ടിടയായിട്ടുണ്ട്. ഇങ്ങനെ ആദിമ സഭയിൽ അധികമായ ദോഷങ്ങൾ ഇവരെ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ആദിമ ക്രിസ്തീയ സഭയിൽ അപ്പോസ്തോലികമായ വിശ്വാസത്തിനുള്ളിൽ കടന്നു വന്ന വ്യാജ ഉപദേശങ്ങളും ധാർമ്മിക അധപ്പതനവും സഭയുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് യൂദ ഈ ലേഖനം എഴുതിയത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിത് ഇത്രയും പറഞ്ഞതിന്റെ നക്ഷലാണ്, ഇത്രയും പറഞ്ഞതിന്റെ സാരാംശമാണ്. ഇൻ ബ്രീഫ്, ഇൻ ഷോർട്ട്,
എന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ ആദിമ ക്രിസ്തീയ സഭയിൽ അപ്പോസ്തോലിക വിശ്വാസത്തിനുള്ളിൽ കടന്നു വന്ന വ്യാജ ഉപദേശങ്ങളും ധാർമ്മിക അധപ്പതനവും സഭയുടെ വിശ്വാസത്തെയും വിശുദ്ധിയെയും ഭീഷണിപ്പെടുത്തിയ, സഭയിൽ വിശ്വാസവും വിശുദ്ധിയും ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് യൂദ ഈ ലേഖനം എഴുതിയത്. അപ്പം ഇനി നമ്മള് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്നറിയാമോ? പ്രധാനപ്പെട്ട വിഷയത്തെ നമ്മളൊന്ന് ക്രോഡീകരിച്ചെഴുതിയാൽ 3 വിഷയത്തിലേക്ക് നമുക്കതിനെ ചുരുക്കി പറയാനായിട്ട് കഴിയും. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. മുമ്പേ നമ്മൾ 8 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു, അതിനെ 3ആയിട്ട് പകുതിരിക്കാം. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. 2, വിശുദ്ധിയിൽ നിലനിൽക്കുക. 3, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുക. ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി പോരാടുക, വിശുദ്ധിയിൽ നിലനിൽക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ള വിഷയമാണ്. അപ്പൊ ന്യായവിധിയുള്ള ബന്ധത്തിൽ ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം, ഇസ്രായേൽ എന്ത് ചെയ്തു? മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് വിശ്വസിക്കാത്തവരെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ന്യായവിധിയോടുള്ള ബന്ധത്തിൽ 1-ാമത്തെ വിഷയം, മിസ്രയീമിൽ നിന്ന് വിശ്വാസത്തോട് പുറപ്പെട്ട ജനം പിന്നത്തേതിൽ വിശ്വാസത്യാഗികളായി മാറിയത് കൊണ്ട് ദൈവം അവരെ നശിപ്പിച്ചു. ഇതിന്റെ അർത്ഥം എന്തുവാ? ദൈവത്തിന്റെ ന്യായവിധി നിശ്ചയമായിട്ടുണ്ടെന്നുള്ള വിഷയമാണ്. 2-ാമത്തെ വിഷയം, അത് നമുക്ക് കാണാൻ കഴിയുന്നത് വീണുപോയ ദൂതന്മാർ എന്നുള്ളതായ ന്യായവിധിയുള്ള ബന്ധത്തിൽ അവിടെ അത് നമുക്ക് 5 മുതൽ 7 വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത് വീണുപോയ ദൂതന്മാർ എന്ന്. ദൈവത്തിന്റെ അധികാരത്തെ എന്ത് ചെയ്തു? മത്സരിച്ചു. ദൈവത്തിന്റെ അധികാരത്തോട് മത്സരിച്ച ദൂതന്മാർ. നമുക്കറിയാം, യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഗസ്കേൽ പ്രവചനത്തിലേക്ക് പോകുമ്പോഴൂടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നറിയാമോ? ദൈവിക അധികാരത്തിന്റെ മുകളിൽ ഒരു അധികാരത്തിന് വേണ്ടി ആഗ്രഹിച്ചതായ ദൂതന്മാർ എന്ത് ചെയ്തു? അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് വീണുപോയ ദൂതന്മാർ. എത്ര ഔന്നത്യത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ദൈവത്തോട് മത്സരിച്ചാൽ ന്യായവിധി നിശ്ചയമായിട്ട് മുൻപിലുണ്ട്. പിന്നെ അടുത്ത കാര്യമാണ് എന്താ അറിയാമോ? സോദോമും ഗൊമോറയും ദൈവിക ന്യായവിധിയുള്ള ബന്ധത്തിൽ നമുക്കറിയാം അവിടെ സംഭവിച്ചത് ലൈംഗിക അധാർമികത. പിന്നെ നമുക്കറിയാമല്ലോ അവിടെ തന്നെയുമല്ല, അത് ദൈവ വിരുദ്ധമായ, വിശുദ്ധിക്ക് നിരക്കാത്തതായ ജീവിതം, അത്രമാത്രം അധാർമികമായ അരാജകത്വം ആ ദേശത്ത് നടമാടിയതിന്റെ ഫലമായി സോദോമും ഗൊമോറയും ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ച് മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഇവിടെ യൂദ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 5, 6, 7 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവവചനത്തിനെതിരായി ജീവിക്കുന്ന, അത് ജനത്തിനെക്കാലത്തും ന്യായവിധി മുൻപിലുണ്ട് എന്നുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പ് ഈ വാക്യങ്ങളിൽ യൂദ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് അതിന്റെ താഴെ വാക്യം 8 മുതൽ 10 വരെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് വ്യാജ ഉപദേശകരുടെ സ്വഭാവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. വ്യാജ ഉപദേശകരുടെ സ്വഭാവം അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മീഖായേൽ ദൂതനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ മീഖായേൽ ദൂതന്റെ ഉദാഹരണം ഇവിടെ എടുത്തിട്ടിട്ട് പ്രധാന ദൂതനായ മീഖായേലും സാത്താനും തമ്മിൽ എന്ത് ചെയ്തറിയാമോ? അവര് തമ്മിൽ മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് തമ്മിൽ മത്സരമല്ല, അവര് തമ്മിൽ തർക്കിക്കുക. എന്തിനു വേണ്ടി? മോശയുടെ ശരീരത്തിന് വേണ്ടി
വാത കിട്ടുമ്പോൾ അത് മീഖായേൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് നിന്നെ ശാസിക്കട്ടെ. ഇത്ര ഉന്നതമായ ആർക്കേഞ്ചലാണ് മൈക്കിൾ. അപ്പൊ മീഖായേൽ എന്ത് ചെയ്തു? മീഖായേലോട് പറയുന്നൊരു കാര്യമുണ്ട്. സാധാരണ പറയുന്നത് കർത്താവ് നിന്നെ ശാസിക്കട്ടെ. നമ്മളൊക്കെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അതിന്റെയൊക്കെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എന്നറിയാമോ? മീഖായേൽ പോലും പറഞ്ഞത് കർത്താവ് നിന്നെ എന്ത് ചെയ്യട്ടെ? ശാസിക്കട്ടെ എന്നാ. അപ്പം അത് അതിന്റെ കാരണം എന്താ? മീഖായേൽ അത് ഉന്നതമായ അധികാരമുള്ള ദൂതനാണ്. പക്ഷെ ആ മീഖായേല് പോലും സ്വന്തം അധികാരത്തിനപ്പുറമായി ദൈവത്തിന്റെ അധികാരത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഈ മനുഷ്യമായ എത്ര ശുശ്രൂഷയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആസ് എ തിയോളജിയൻസ് അത് നമ്മുടെ ഉള്ളിൽ നിൽക്കണം. എല്ലാ അധികാരവും അത് നമ്മുടെ സകല അധികാരത്തിന് മുകളിൽ ഒരധികാരം ദൈവത്തിന് മാത്രമാണുള്ളത്. എനിക്ക് മീഖായേൽ പോലും പറയുന്നത് കർത്താവ് നിന്നെ ശാസിക്കട്ടെന്ന്. മീഖായേൽ പറയാം, ഞാൻ നിന്നെ പത്സിക്കുന്നു അല്ലെ ശാസിക്കുന്നത് പറഞ്ഞില്ല. എന്താണ് കാരണം? അത് മീഖായേൽ പറയുന്നത് എന്റെ അധികാരത്തിന് അപ്പുറമായ ഒരു അധികാരമുണ്ട് ദൈവത്തിന്. ഇതൊക്കെ നമ്മൾ എന്തിനാ ഈ ദൈവത്തിനെ പഠിക്കുന്നറിയാമോ? നമ്മൾ ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കേണ്ടതിന് വേണ്ടിയാ. എപ്പോഴും നമ്മള് മനുഷ്യരാണെന്നും പരിമിതരാണെന്നും നമുക്ക് സ്വയമായൊരു അധികാരമില്ലെന്നും എന്നുള്ള സെർവന്റൽ ലീഡർഷിപ്പ് മാത്രമേ നമുക്കുള്ളെന്നും ഒക്കെയുള്ള ഒരു വലിയ ചിന്ത നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, നമ്മൾ താഴ്ന്നു പിടിക്കുമ്പോൾ ഈ വ്യാജ ഉപദേശകന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കഴിയും. ഇനി അതിന് 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 3 പേരെ കുറിച്ച് പറയുന്നു. ആ 11ാമത്തെ വാക്യം ഒന്ന് വായിക്കും. യൂദാലേഖനം 11ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവർക്ക് അയ്യോ കഷ്ടം! അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ആമേൻ. വ്യാജ ഉപദേശകന്മാരുടെ ബന്ധത്തിൽ പഠിക്കുമ്പോൾ അവർ കയീന്റെ വഴി, ബിലെയാമിന്റെ ഉപദേശം, കോരഹിന്റെ മത്സരം. അപ്പൊ കയീനെ കുറിച്ചുകൂടെ പറയുക. കയീനും ഹാബേലും. കയീനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. കയീനെ എന്നാ നിന്റെ മുഖം വാടിയിരിക്കുന്നു, എടുത്തു പോയി. അപ്പം ബിലെയാമിനുള്ള ബന്ധത്തിൽ തെറ്റായ ലക്ഷ്യം. കോരഹ് മോശയുടെ മുൻപിലുള്ള ദൈവത്തോട് മത്സരിച്ചവൻ. തെറ്റായ അധികാരബോധം. അപ്പൊ കയീൻ തെറ്റായ ഹൃദയം, ബിലെയാമിന്റെ തെറ്റായ ലക്ഷ്യം, കോരഹ് തെറ്റായ അധികാരബോധം. അങ്ങനെയുള്ളതായിരിക്കും അധികാരമോഹം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ. അപ്പൊ ഇത് വ്യാജ ഉപദേശകന്മാർ. ഇവരെല്ലാം നമുക്കറിയാം. ബിലെയാമിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹിച്ച പ്രവാചകനാണ്. പക്ഷേ ഒരു വെട്ടേറ്റ് കൊല്ലപ്പെട്ടവനായി. ഏറ്റവും ദാരുണമായ അന്ത്യം. അപ്പം ദൈവസന്നിധിയിൽ നേരോടെ നടക്കേണ്ടതിന്റെ ന്യായവതിയുടെ ആഴമേറിയ ആ വിഷയങ്ങൾ അത് യൂദ ഇവിടെ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുകയാണ്. അതിന് യൂദ പഴയ നിയമ വിഷയങ്ങൾ കൂടെ കൊണ്ടുവന്ന് അത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ആഴത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയാണ്. ഇനി നമ്മൾ അതിന്റെ 12-13 വാക്യത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്കുള്ളിലെ വ്യാജ ഉപദേശകർ, ഫാൾസ് ടീച്ചേഴ്സ്, അവരെ കുറിച്ച് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരു ആലങ്കാരികമായ രീതിയിൽ യൂദ ഇവിടെ വെളിപ്പെടുത്തുക. ഒന്ന്, ഇവരൊക്കെ ഇങ്ങനെയുള്ളവരാ വ്യാജ ഉപദേശകന്മാരെ കുറിച്ച് 3-4 കൂട്ടം കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഇവർ സ്നേഹവിരുന്നുകളിലെ മറഞ്ഞിരിക്കുന്ന പാറകൾ. സ്നേഹവിരുന്നുകളിൽ കല്ലുകടി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ സന്തോഷത്തെ കെടുത്തുന്ന പാറകൾ, പാറക്കഷ്ണങ്ങൾ. പിന്നെ സ്വയം മാത്രം പോറ്റുന്ന ഇടയന്മാർ എന്ന് പറയാൻ, സ്വന്തമായി
അത് സ്വയം പോറ്റുകയാണ്. ആടുകൾ മുൻപിലുണ്ട്. ആടുകളെ പോറ്റുന്ന ആ ചിന്തയല്ല, സ്വയമേ അവർ പോഷിപ്പിക്കപ്പെടുകയാണ്. സ്വയം മാത്രം പോറ്റുന്ന ഇടയന്മാർ, വെള്ളമില്ലാത്ത മേഘങ്ങൾ, വെള്ളമുണ്ടെന്ന് തോന്നും പക്ഷെ വെള്ളമില്ലാത്ത മേഘങ്ങൾ, പിന്നെ ഫലം കായ്ക്കാത്ത മരങ്ങൾ, ഏറിയ വർഷങ്ങളായിട്ടും ഒരു ഫലവുമില്ലാത്ത മരങ്ങൾ, ഫലം കായ്ക്കാത്ത മരങ്ങൾ, പ്രക്ഷുബ്ധമായ കടൽ തിരകൾ, അലയുന്ന നക്ഷത്രങ്ങൾ. മാത്രം ആലങ്കാരികമായ നിലയിൽ ഈ ഗുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് യൂദായുടെ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കാം. ഒന്ന്, സ്നേഹവിരുന്നുകളിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ, പിന്നെ സ്വയം പോറ്റുന്ന ഇടയന്മാർ, വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഫലം കായ്ക്കാത്ത മരങ്ങൾ, പ്രക്ഷുബ്ധമായ കടൽ തിരകൾ, അലയുന്ന നക്ഷത്രങ്ങൾ. ഇങ്ങനെ 5-6 കൂട്ടം ഉപമകൾ. നമുക്കറിയാം, സ്വയം മാത്രം പോറ്റുന്ന ഇടയന്മാരെന്ന് പറഞ്ഞാൽ എന്തോ? ഒരു യഥാർത്ഥ ഇടയന്റെ ലക്ഷണം എന്തോ? യഥാർത്ഥ ഇടയൻ അവൻ ആടുകളെ പോറ്റും. 23-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥ ഇടയൻ എന്ത് ചെയ്യുന്നുണ്ട്? ആടുകളെ പോറ്റിപ്പുലർത്തും. അവയുടെ ഇഷ്ടമനുസരിച്ചുള്ള പച്ചിലകൾ, ആഹാരങ്ങൾ അതിന് കൊടുക്കും. എന്നാൽ സ്വയം മാത്രം പോറ്റുന്ന ഇടയന്മാരാരാണ്? വ്യാജ ഇടയന്മാരാണ്. അപ്പോൾ വ്യാജ ഇടയൻ സ്വയമായി പോഷിക്കപ്പെടുന്നു. യഥാർത്ഥ ഇടയൻ അവന്റെ ഗുണമല്ല, അത് ആടുകളുടെ ഉയർച്ചയാണ് അവന്റെ ലക്ഷ്യം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ 13-14 വാക്യങ്ങളിലൊക്കെ 15 വാക്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കിനി 14 മുതൽ 16 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബിബ്ലിക്കൽ കോൺട്രാക്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിൽ നമ്മുടെ ഈ 66 പുസ്തകങ്ങളിൽ ഇല്ലാത്തതായ ഒരു പുസ്തകത്തിലെ കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഹാനോക്കിന്റെ പ്രവചനവും ന്യായവിധിയും എന്നുള്ള വിഷയമാണ് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ, കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവൻ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായി വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ആമേൻ. ഹാനോക്ക്, സെവൻത് ഫ്രം ആദാം തുടങ്ങി 7-ാമനായ ഹാനോക്ക്. അപ്പോ ഹാനോക്ക് പ്രവചിച്ചതായിട്ട് കാണുന്നു. പക്ഷെ നമ്മള് നമ്മുടെ 66 പുസ്തകങ്ങളിൽ നമുക്കത് അങ്ങനെ കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് യൂദയുടെ ലേഖനം 14-15 വാക്യങ്ങളാണ്. എന്നാൽ ഹാനോക്കിന്റെ പ്രവചനം എവിടെ കിടക്കുന്നറിയാമോ? 1 ഹാനോക്ക് 1-ന്റെ 9-ാമത്തെ വാക്യമാണ്. ആ പുസ്തകം നമ്മുടെ കൈവശം നമുക്ക് ലഭ്യമല്ല. എന്നാൽ ഈ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് മീൻസ് പെന്തക്കോസ്തല്, എപ്പിസ്കോപ്പൽ സഭകള്, റോമൻ കാത്തലിക്സ്, പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകള്, ഇവരുടെ ഒന്നും വേദപുസ്തകത്തിൽ ഹാനോക്ക് എന്ന് പറയുന്നതായ ഒരു പുസ്തകം കാണാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോക്രിഫ പുസ്തകങ്ങൾ കത്തോലിക്കർക്കുണ്ട്, എന്നാൽ അതിലും ഹാനോക്ക് എന്ന് പറയുന്ന സംഭവമില്ല. എന്നാൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എത്യോപ്യ, ആഫ്രിക്കൻ രാജ്യമായിരിക്കുന്ന എത്യോപ്യയിൽ, അത് നമ്മുടെ യൂദയുടെ ലേഖനത്തിൽ ഹാനോക്കിന്റെ പ്രവചനം എന്നുള്ള വിഷയത്തോളം ബന്ധത്തിലാണ്, ഒരു അറിവിലേക്കാണ് ഞാനിവിടെ പറയുന്നത്. ആഫ്രിക്കൻ രാജ്യത്തിൽ ഓർത്തഡോക്സ്
തെവാഹെഡോ ചർച്ച എന്ന് പറഞ്ഞിട്ട് ചർച്ച ഉണ്ട്. എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹെഡോ ചർച്ച് എന്ന് പറയുന്നതായ ഒരു സഭ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലുണ്ട്. അവർക്ക് അവരുടേതായ നിലയിൽ ഒരു വേദപുസ്തകമുണ്ട്. മറ്റെല്ലാം നമ്മളെ പോലെ ഉണ്ടെങ്കിലും ആ വേദപുസ്തകത്തിൽ അവര് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ ഒരു വേർഷൻ ആ എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹെഡോ ചർച്ചിന്റെ ബൈബിൾ വേർഷന്റെ അകത്ത് ഉള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണ് ഹാനോക്കിന്റെ പുസ്തകം. അത് 1-2 പുസ്തകങ്ങളാണ്. അപ്പൊ ഇവിടെ ആ പുസ്തകത്തില് ഹാനോക്ക് 1:9 വാക്യമാണ് ഇതിനോടുള്ള ബന്ധത്തിൽ ഈ പ്രവചനം അവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനൊരു തിയോളജിക്കലായിരിക്കുന്ന ഒരു വിഷയം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഈ ഹാനോക്കിന്റെ പ്രവചനം പറയുമ്പോൾ അവരും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരൊറ്റ കാര്യത്തിലേ അവർ വ്യത്യാസമുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കർത്താവിന്റെ ഈ ജഡാവതാരം ഇൻകാർണേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അത് നമുക്കറിയാമല്ലോ, നമ്മള് ഹിപ്പോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വത്തിൽ 2 നേച്ചർ, അത് ഫുള്ളി ഗോഡ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ആ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യൻ എന്നുള്ള സങ്കല്പത്തിൽ അത് നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ ഈ പറഞ്ഞ എത്യോപ്യൻ ഓർത്തഡോക്സ് തെവാഹെഡോ ചർച്ചുകാർ ആ സഭ വിശ്വസിക്കുന്നത് ഒരേ വ്യക്തിയാണ്. ആ വ്യക്തിയിൽ ഈ 2 സ്വഭാവങ്ങൾ ഒരുപോലെ സംയോജിതമായിരിക്കുന്നു. ഞാനൊരു പൊതു അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാര്യമായി പഠിക്കേണ്ട വിഷയമല്ല. ഒരു തിയോളജൻസ് എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഇരിക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് 17 മുതൽ 19 വരെയുള്ള വാക്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 17 മുതൽ 19 വരെ. 17 മുതൽ 19 വരെ. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഖിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. ആമേൻ. 17 മുതൽ 19 വാക്യത്തിൽ യൂദാ ശക്തമായിട്ട് പറയുന്ന കാര്യമാണ്. അന്ത്യകാലത്ത് ഭക്തികെട്ട, അത് നമ്മളിപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവില്ലാത്തവർ, പ്രാകൃതന്മാർ, ലജ്ജയായതിൽ മാനം തോന്നുന്നവർ, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ ഓർക്കണം. അപ്പോൾ നാം പഠിച്ചതായ നമ്മുടെ പിതാക്കന്മാർ അത് അനുവർത്തിച്ചു പോരുന്നതായ, ഫോളോ ചെയ്തതായ, അവർ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ അപ്പോസ്തോലികമായ ഉപദേശങ്ങളെ ഒരിക്കലും നാം മറന്നു പോകരുത്. ആ ഉപദേശങ്ങൾ നാം അതേപടി ഫോളോ ചെയ്യണം. അത് ആ ഒരു വലിയ ആത്മീയ ഉപദേശം നമുക്കിവിടെ യൂദാ നമുക്ക് നൽകി തരികയാണ്. അതിന്റെ 20 മുതൽ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള വിഷയം. ദൈവമക്കളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്നവര് എങ്ങനെ ജീവിക്കണം? ഇത് 20ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തിൽ വളരുക, വളർച്ച പ്രാപിക്കണം, ദിനംതോറും വളരണം. അത് ഒരു കുഞ്ഞ് ഭക്ഷണം കഴിച്ച് ആ പ്രായത്തിനനുസരിച്ച് വളരുന്നത് പോലെ ദൈവകൃപയിലായിരിക്കും ദൈവവചനം അനുസരിക്കുന്ന ദൈവമക്കളായിരിക്കുന്നവർ വളർച്ച പ്രാപിക്കണം. അവർ വളരണം, ദൈവവചനത്തിൽ അവർ വളരണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരണം, ഉപദേശത്തിൽ അവർ വളരണം, വിശ്വാസത്തിൽ വളരണം. ടേസ്റ്റ് ചെയ്യണം. വിശ്വാസം, ടേസ്റ്റിംഗ്, ടെസ്റ്റിംഗ്, പ്രൂവിങ്, എക്സ്പീരിയൻസിങ് ദ ഫെയ്ത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിച്ച് ദിനംതോറും നമ്മൾ വളർച്ച പ്രാപിക്കണം.
ഒരു കുഞ്ഞ് പ്രായത്തിനനുസരിച്ച് വളരുന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഏറ്റവും അധികം വേദനയാണ്. അതുപോലെ തന്നെയാണ് അത് പാഠങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശ്വാസി മുൻപോട്ട് പോകുമ്പോൾ ദൈവം അതിൽ ആഗ്രഹിക്കുന്നത് വചനത്തിൽ വളരണം, വചനത്തിൽ വേരൂന്നി വളരണം, അടിസ്ഥാനമിട്ട് വളരണം. ഇതിനുവേണ്ടി യൂദ ശക്തമായ ഒരു ആലോചന തരികയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ വളരണം. അടുത്ത പറയുന്നത് പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. അതിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഇവിടെ പറയുന്നു, വിശ്വാസികൾ വിശ്വാസത്തിൽ വളരണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഇത് ഒരു വലിയ വിഷയമാണ്, പഠിക്കേണ്ട ഒരു വിഷയമാണ്. എങ്ങനെ പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? അപ്പോൾ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ആ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവ സ്നേഹത്തിൽ നിലനിൽക്കണം. അപ്പോൾ നമുക്കറിയാം, യോഹന്നാനൊക്കെ സ്നേഹത്തെക്കുറിച്ച് ആധികാരികമായി അപ്പോൾ ഓരോ ലേഖനത്തിലും ലേഖനകർത്താക്കൾ മുഴുവൻ പറയുന്നൊരു കാര്യം സ്നേഹം എന്നുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എത്ര ഭയങ്കരമായ വിശ്വാസം നമുക്കുണ്ടെങ്കിലും വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും അവസാനം വരെ നിലനിൽക്കും. ഇവയിൽ ഏറ്റവും വലിയതോ സ്നേഹം തന്നെ. സ്നേഹത്തിന് അത് ലേവ്യ പുസ്തകത്തിൽ വരുമ്പോൾ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ആ പഴയ നിയമത്തില് ആ വാക്യം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പിന്നെയും എടുത്തു പറയുക. അപ്പൊ സ്നേഹത്തിന് എത്രമാത്രം ആഴമുണ്ട്. ഒന്നാമത്തെ പ്രാധാന്യം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക. പിന്നെ നമ്മള് അതിന്റെ 22-23 വാക്യത്തിലേക്ക് വരുമ്പോൾ, സംശയിക്കുന്നവരോട് കരുണ കാണിക്കണം. സംശയം അത്തോടെ നിൽക്കുന്നവരെ നമ്മൾ അവരെ അകറ്റിക്കളയാനല്ല, അവരോട് നമ്മൾ എന്ത് ചെയ്യണം? കരുണ കാണിക്കണമെന്നാണ്. കരുണ കാണിക്കണം. അവരോട് വീണ്ടും വീണ്ടും നമ്മൾ സ്നേഹത്തോടെ, ദൈവ സ്നേഹത്തിൽ അവരോട് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ് കരുണ കാണിച്ച് അവരെ ദൈവത്തിലേക്ക് നമ്മൾ ആദായപ്പെടുത്തണം. ഇങ്ങനെ ശക്തമായ ദൂത് യൂദ ഈ വചനത്തിൽ കൂടെ നൽകിയാണ്. ഇനി നമുക്ക് അതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, 24-25 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അതിന്റെ ഏറ്റവും മഹത്തായ സ്തോത്രം, ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സ്തോത്രം, ദൈവീക സ്തുതി. നമ്മുടെ ബൈബിളിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന, അതിന് ആ ടേം ഒന്ന് നിങ്ങൾ ഓർത്തിരുന്നത് നല്ലതാണ്. ഡോക്സോളജി എന്ന് പറയും. ഡോക്സോളജി, DOXOLOGY, ഡോക്സോളജി. അതാണ് ദൈവീക സ്തുതി, മഹത്തായ സ്തോത്രം. അതെന്താണ്? 3-4 കൂട്ടം കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസികളെ വീഴ്ചയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. അവിടെ പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു, തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതമായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറട്ടെ. ആമേൻ. അപ്പോൾ 3-4 കൂട്ടം കാര്യങ്ങൾ വ്യക്തമായി പറയാണ്. വിശ്വാസികളെ വീഴ്ചയിൽ നിന്ന് വീഴാതെ വണ്ണം കാത്തു സൂക്ഷിക്കണം. ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെയും കരം കൊടുത്ത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ വചനത്തിലുള്ള ഇരിപ്പുണ്ട്. 2, അവരെ എന്ത് ചെയ്യണം? കുറ്റമറ്റവരായി നിർത്തണം. കുറ്റമറ്റവരായി നിർത്തണം എന്ന് പറഞ്ഞാൽ ദിനംതോറും ഉപദേശിക്കണം, സ്നേഹത്തോടെ ഉപദേശിക്കണം. പിന്നെ എങ്ങനെ? തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ കൊണ്ടുവരണം. തന്റെ മഹത്വത്തിന്റെ സന്നിധി. അപ്പോൾ വീഴാതെ, ഒരുവൻ വീണുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ
അവനെ സ്നേഹത്തോടെ ഉപദേശിച്ച് കുറ്റമറ്റവനായി ദൈവത്തിന്റെ മഹത്വ സന്നിധിയിൽ സന്തോഷത്തോടെ കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ വാക്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമുക്കും നൽകി തരിക. അവസാനം പറയുന്നറിയാമോ? മഹത്വവും മഹിമയും അധികാരവും എന്നേക്കും കർത്താവിന്. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് എന്തുണ്ടാവും? മഹത്വമുണ്ടാവും, അവർക്ക് മഹിമയുണ്ടാവും, അവർക്ക് അധികാരമുണ്ടാവും, ദൈവിക അധികാരങ്ങൾ. അപ്പോൾ ദൈവിക ശുശ്രൂഷയിൽ വർദ്ധിച്ചുന്ന ഒരുവന് ദൈവവചനം അത് അനുസരിക്കുന്ന ഒരുവന്റെ മേൽ നാം അറിയാത്ത അധികാരം ദൈവം നമുക്ക് നൽകി തരും. എല്ലാം വചനത്തിന്റെ മർമ്മങ്ങളാണ്. അപ്പൊ ഇത് ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങനെ ആ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെ ഇത്രയെല്ലാം പഠിച്ചത് നമുക്കൊരു ചെറിയ ബ്രീഫ് ആയിട്ട് നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. വ്യാജ ഉപദേശങ്ങളെ നിരസിച്ച് അപ്പോസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഒന്ന് നോട്ട് ചെയ്തു. വ്യാജ ഉപദേശങ്ങളെ നിരസിച്ച് അപ്പോസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വ്യാജ ഉപദേശങ്ങളെ നിരസിച്ച് അപ്പോസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. സെമിക്കോളൻ. വിശുദ്ധ ജീവിതം നയിക്കുക. വിശുദ്ധ ജീവിതം നയിക്കുക, കോമ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. സംശയിക്കുന്നവരോട് കരുണ കാണിക്കുക. സംശയിക്കുന്നവരോട് കരുണ കാണിക്കുക. ഒടുവിൽ തന്റെ ജനത്തെ വീഴാതെ വണ്ണം കാത്തുകൊള്ളുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഒടുവിൽ തന്റെ ജനത്തെ വീഴാതെ വണ്ണം കാത്തുകൊള്ളുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഒന്നുകൂടെ പറയാം. വ്യാജ ഉപദേശങ്ങളെ നിരസിച്ച് അപ്പോസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിശുദ്ധ ജീവിതം നയിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. സംശയിക്കുന്നവരോട് കരുണ കാണിക്കുക. ഒടുവിൽ തന്റെ ജനത്തെ വീഴാതെ വണ്ണം കാത്തുകൊള്ളുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഒറ്റ സെന്റൻസിൽ യൂദായുടെ ലേഖനം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അത്ര ചുരുക്കിയാണ് ലാസ്റ്റ് ഞാനത് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും നേരം നമ്മള് യൂദായുടെ ലേഖനം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, നമുക്ക് ഇന്നത് മറക്കരുത്. 25 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 25 വാക്യത്തിൽ അത് യൂദ ഈ ലേഖനം എഴുതിയ ചരിത്ര പശ്ചാത്തലങ്ങള്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കറിയാം, 1-2 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അഭിവാദനമാണ്, ഗ്രീറ്റിംഗ്സ് ആണ്. എന്താണ്? വിളിക്കപ്പെട്ടവർ, സ്നേഹിക്കപ്പെട്ടവർ, സംരക്ഷിക്കപ്പെട്ടവർ, അവർക്ക് വേണ്ടി എഴുതിയ വിളിക്കപ്പെട്ടവരായ, സ്നേഹിക്കപ്പെട്ടവരായ, സംരക്ഷിക്കപ്പെട്ടവരായ. പിന്നെ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ലേഖനത്തിന്റെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം, പ്രധാന വിഷയം, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. വിശ്വാസത്തിന് വേണ്ടി പോരാടുക. അടുത്തത് അത് 5 മുതൽ 7 വാക്യങ്ങൾ ന്യായവിധിയുടെ അത് സംഭവമാണ്. ന്യായവിധി. ദൈവം അത് കലാപത്തെ ന്യായം വിധിക്കുന്നു. കലാപമുണ്ടാക്കുമ്പോൾ ദൈവത്തിനെതിരായി നിൽക്കുന്നവരെ എന്ത് ചെയ്യുന്നു? അത് ന്യായം വിധിക്കുന്ന ദൈവം. പിന്നെ 8 മുതൽ 10 വാക്യം ദുരുപദേഷ്ടാക്കന്മാരാണ്. ഒരു ആത്മീയ അഹങ്കാരം. കയ്യിന് ബിലയാമ് കോരഹ്. അപ്പം കയ്യിന്റെ പാപം, അത് ബിലയാമിന്റെ അത്യാഗ്രഹം, കോരഹിന്റെ കലാപം. കോരഹ് ഇസ്രായേൽ ജനത്തിനിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പൊ നോക്കി, പാപപ്രവൃത്തി ചെയ്താലും പിന്നെ അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണല്ലോ. അത്യാഗ്രഹം, കലാപം,
ഇതെല്ലാം ഉണ്ടാക്കിയാലും അതിന്റെ പിന്നിൽ ന്യായവിധി ഉണ്ടാവും. അന്നേരം 11 വാക്യത്തിൽ വായിക്കുമ്പോൾ വ്യാജ ഉപദേശകരുടെ വലിയൊരു ചിത്രമാണ്. വ്യാജ ഉപദേശകരാണ്, വലിയ ഉപദേശം എന്നൊക്കെ തോന്നും, പക്ഷേ ആത്മീയ ശൂന്യതയാണ് അതിന്റെ ഫലം അവരിൽ. അത് ഹനോക്കിന്റെ പ്രവചനം 14 മുതൽ 16 വരെ വരാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ചുള്ള പ്രവചനമാണ്. 17 മുതൽ 19 വരെ അപ്പോസ്തലന്മാരുടെ മുന്നറിയിപ്പ്. അത് ഉപദേശം ഓർക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ ഓർക്കണം. 20 മുതൽ 21 വരെ വിശ്വാസികളുടെ ഉത്തരവാദിത്വമാണ്. എന്തോ വിശ്വാസത്തിൽ വളരുക, അത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, അത് സംശയിക്കുന്നവരോട് കരുണ കാണിക്കുക. പിന്നെ അവസാനമായി 24-25 വാക്യം വരുമ്പോൾ ദൈവസ്തുതിയാണ്. ദൈവം തന്റെ ജനത്തെ കാത്തുകൊള്ളുന്ന ദൈവമാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. നമുക്കറിയാം, അത് 2 കൊരിന്ത്യരിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് നിഷ്കളങ്കിയായ കാന്തയെ ചേർക്കുവാൻ മണവാളൻ വരുന്നു. ആ ഒരു വിഷയം കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ കർത്താവായ യേശു ക്രിസ്തു മൂലം മുഖാന്തരം നമ്മുടെ രക്ഷിതമായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുന്നേ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ഈ ദൈവം പഠിക്കുവാൻ കഴിഞ്ഞ 13 ക്ലാസ്സുകൾ അനുഗ്രഹമായി 7 പുസ്തകങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നിങ്ങളെ പഠിപ്പിക്കുവാൻ ഒക്കെ കർത്താവ് കൃപ